കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വരുമ്പോ അത് അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന പിങ്കി ഷവറിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പിങ്കിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല, വെള്ളം ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുവാണ്. കുറെ സമയം ഇരുന്നു, എത്ര സമയം ഇരുന്നത് പിങ്കിക്ക് പോലും അറിയത്തില്ല. അവസാനം ഒരു ഞെട്ടലുണ്ടോ പോലെ ഉണ്ടായതുപോലെ പിങ്കി അവിടുന്ന് പതുക്കെ എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് നേരെ ബെഡ്റൂമിലേക്ക് വരുക. ബെഡ്റൂമിലേക്ക് വന്നപ്പം അർജുൻ ഇങ്ങനെ ആ ബെഡിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അർജുൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് കുറച്ചു സമയം പിങ്കി ആ ബെഡിലിരുന്നു. പിന്നീട് അങ്ങോട്ട് കിടക്കുവാണ്. കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും പിങ്കിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. വിറച്ചിട്ട് ഇങ്ങനെ വല്ലാത്തൊരു സൗണ്ടൊക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന ഉറക്കത്തിന്ന് നോക്കിയപ്പോ പിങ്കി ഇങ്ങനെ കിടക്കുക, മൊത്തം നനഞ്ഞു കുളിച്ച് കിടക്കുന്നേ. അർജുന് പെട്ടെന്ന് എന്താന്ന് പോലും മനസ്സിലായില്ല. പെട്ടെന്ന് അർജുൻ വന്നിട്ട് പിങ്കിനെ കുലുക്കി വിളിച്ചിട്ട് ചോദിച്ചു, പിങ്കി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തണുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, പിങ്കിനെ നന്നായിട്ട് പനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അർജുൻ എന്ത് ചെയ്യുക, നീ ഇത് എന്ത് പരിപാടിയായി കാണിച്ചേ, തല മൊത്തം വെള്ളമാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഒരു ടവൽ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഗൗതം നേരെ കമ്മീഷണർ ഓഫീസിലേക്ക് വരുവാണ്. അങ്ങനെ കമ്മീഷണർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കമ്മീഷണർ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗൗതം, ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടി ഗൗതത്തിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാണ്. അല്ല എന്താ സാർ? അത് കാടൻകൊല്ലി എന്നൊരു സ്ഥലമുണ്ട്, ഒരു വനമേഖലയുണ്ട്, അവിടെ തീവ്രവാദി സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. തീവ്രവാദി സംഘങ്ങളോ? അതെ, 3-4 സ്ഥലങ്ങളിലായിട്ട് അവർ തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ പ്രധാന ലക്ഷ്യം ഇവിടെ ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണെന്ന് പറയാണ്. ഇത് കേട്ടതും ബോംബിടാൻ? അതെ, പ്രധാനപ്പെട്ട മാളുകള്, സ്റ്റാൻഡുകള്, അതൊക്കെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇവിടുത്തെ സിസ്റ്റത്തെ വെല്ലുവിളിച്ച് കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ രീതി ഇവിടെ നടപ്പാക്കുക, അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയാം. അവർക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു ക്യാപ്റ്റൻ അനഹയും ക്യാപ്റ്റൻ കമാൻഡർ ആദിത്യനും കൂടിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ ഗൗതം ചോദിച്ചു, അല്ല സാർ ഗൗതം എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. എഫിഷ്യന്റ് ആയിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ ഇതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെയും കൂട്ടി അങ്ങോട്ട് പോകണം എന്ന് പറയാം. ഇത് കേട്ടത് ഗൗതം പറഞ്ഞു, ശരി സാറെന്ന് പറയാണ്. പിന്നെ സൂക്ഷിക്കണം, അവരെ കണ്ട ഉടനെ വെറുതെ വിട്ടേക്കല്, എല്ലാരെയും ഷൂട്ട് ആറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തീർത്ത് കളഞ്ഞേക്കണം. കാരണം അവർ ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും തോൽക്കാൻ പാടില്ലെന്ന് പറയണേ. ശരി സാറെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ആ കാടൻകൊല്ലി വനമാണ്. ആ വനത്തിനുള്ള ഒരു ചെറിയ കുടില് പോലൊരു വീട്. ആ വീട്ടിനകത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക. അവര് പ്രഗ്നന്റാ. അപ്പൊ ആ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗതത്തിനോട്. അതിലൂടെ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അങ്ങനെ അവരിങ്ങനെ വയറിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധിക ദിവസമൊന്നും ഇല്ല കണ്ടിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഈ സമയത്ത് കമാൻഡർ ആദിത്യന് തന്റെ കൂട്ടാളികൾക്ക് തീവ്രവാദ സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ പ്രധാന ഉദ്ദേശം അറിയാലോ, നമുക്ക് ഈ സിസ്റ്റത്തോട് തന്നെ പുച്ഛ. കാരണം ഇവർ ചെയ്തു കൂട്ടുന്ന എന്താ, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല നമുക്ക് വേണ്ടത്. നമ്മുടേതായ രീതിയിൽ നമ്മുടെ രീതിയിൽ ഇവരെ കൊണ്ടുവരാൻ നോക്കണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ നടക്കാൻ പോണേന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറയാം. ഈ സമയം വയറെ തലോടിക്കൊണ്ട് അനഘ പറയുന്നുണ്ട്, അതെ വയറ്റിൽ കിടക്കുന്ന എടാ മോനെ, ഓർമ്മയുള്ള അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചോട്ടെന്ന് പറയണ. ഭാവി തലമുറയിലെ ഒരു കമാൻഡർ ആവാനുള്ള ആളാ നീ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വയറിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക. ഈ സമയം ആദിത്യം പറഞ്ഞു, നമ്മുടെ ഓപ്പറേഷന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വരാനായിട്ട് കുറച്ച് ദിവസം കൂടെ 1-2 ആഴ്ചയും കൂടെ പിടിക്കും. അങ്ങനെ ആ സാധനങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജരായിരിക്കണം. അപ്പം ബോംബ് ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ അതിന് 1-2 ആഴ്ചയും കൂടെ പിടിക്കും. അപ്പൊ അതിന് മുമ്പ് തന്നെ കാര്യങ്ങളിൽ ഓക്കെ ആയിരിക്കണം. ഒരിടത്ത് ഒരു ഫോൾട്ടോ ഉണ്ടാവരുമെന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വിപ്ലവം ജയിക്കട്ടെ എന്നൊക്കെ വലിയ വലിയ മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നീട് ആദ്യത്തെ നേരെ വരുന്നത് അനഘയുടെ അടുത്തേക്കാണ്. അനഘയുടെ അടുത്ത് വന്നപ്പം അനഘ വയറയിലേക്ക് തലോടിക്കൊണ്ടിരിക്കുക. എന്താടോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് തനിക്കുണ്ടല്ലോ, എന്തോ പറയാനുണ്ടല്ലോ. അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു. അതെന്താ അങ്ങനെയൊന്ന്? അല്ല പഴയ അഭിരാമിയായിട്ട് തന്നെ മതിയായിരുന്നെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു പറയാണ്. അല്ല വലിയൊരു കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഒരു മോഹം തോന്നുവാന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ആദ്യത്തെ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. ശരിയാ, എനിക്കറിയാം, പക്ഷെ അറിയാതെ എന്റെ മനസ്സിലൊരു മോഹം വന്നാ. വേണ്ട, നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു പറക്കട്ടെ. ഒരു പക്ഷെ എനിക്ക് എന്തേലും സംഭവിച്ചോ പോയാൽ പോലും ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞായിരിക്കും പോരാടാൻ പോകുന്നെന്ന് പറയാം. ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ആദിത്യന്റെ പെട്ടെന്ന് തന്നെ അനഘയും കൂടി പൊത്തുവാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. ആർക്കും കൂടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ആറ്റുമ്പർ ശരിയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും വേണോ നിനക്ക്, എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് ചോദിക്കുകയാണ്. ചായ മറ്റോ എന്തെങ്കിലും. വേണ്ട, ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. വേണ്ട വേണ്ട, ഈ അവസ്ഥയിൽ നിന്നെ കൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞോണ്ട് ആദിത്യൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന നന്ദ മുറിയില് അച്ഛന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ അതിലേക്ക് നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നാലും അച്ഛനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നല്ലേ. എനിക്കറിയാം, എല്ലാ അർത്ഥത്തിലും ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയായി. ഇപ്പൊ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചാണ്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ? അതാ നടന്നിരിക്കുന്നത്. എന്തിനാ അച്ഛൻ എത്ര നേരത്തെ പോയത്? അതുകൊണ്ടല്ല ഞാൻ ഒറ്റയ്ക്കായി പോയത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച്. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛാ എന്നും പറഞ്ഞ് നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ കൊണ്ട് കയറി വരുവാണ്. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ നന്ദമോളെ, നീ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. ഗോതമ്പോന് ആദ്യരാത്രി കഴിഞ്ഞ് പുറത്തു പോയതിന്റെ ആ ഒരു സങ്കടമായിരിക്കില്ലേ. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കേണ്ടതല്ലേ. സാധാരണ ഇത് കല്യാണം കഴിഞ്ഞ് എല്ലാരും കുറച്ചു ദിവസമൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. ആ സമയത്ത് ഒത്തിരി ഒത്തിരി ഓർമ്മകൾ നമുക്കുണ്ടാവും. അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കും മോൾക്ക് സങ്കടം വന്നതല്ലേ. അവരോട് ഞാൻ പറയാം കുറച്ചു ദിവസം ലീവ് എടുക്കാനായിട്ട്. ലീവ് എടുത്ത് മോളെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു ടൂർ പോകാനായിട്ട്. വേണ്ട ലക്ഷ്മിയമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. വേണം, എനിക്കറിയാം. എന്റെ മോളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനായിട്ടാ. പേടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞല്ലോ, ഇനി ഒന്നും പേടിക്കണ്ട. ഗോതമ്പോനും മോളും സന്തോഷമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും പറഞ്ഞോണ്ട് നന്ദയ്ക്ക് മനസ്സിന് ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നന്ദ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മുറിയിലാണ് പിങ്കി വിറച്ചോണ്ടിരിക്കുക. അർജുൻ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു തുണിയൊക്കെ നനച്ചുകൊണ്ട് നെറ്റിക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നെറ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞതേ കുറച്ചൊന്ന് പനി കേട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണ് തുറക്കുന്ന പോലും ഇല്ല. പിച്ചും പേയും പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്താ പിങ്കി ഇങ്ങനെ പറയണേ? എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടെ കിടന്നു മതി, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാ, എനിക്ക് ആരും ഇല്ലാന്ന് പറയാ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അർജുൻ പറഞ്ഞു, അങ്ങനെ പറയില്ല, ദേ നിനക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേ? ഇല്ല, എനിക്ക് ആരും ഇല്ല എന്ന് പറയാണ്. അതെ, കാര്യം ഞാനൊരു ചൂട് ചായ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് എഴുന്നേക്കാൻ നമുക്ക് പെട്ടെന്ന് പിങ്കി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പോവണ്ട, ഇവിടെ ഇരിക്കുക, എന്റെ അടുത്ത് ഇരിക്കുക, പോയാ എനിക്ക് പേടിയാ, എന്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ അർജുനെ പിടിച്ചിരുത്തുവാണ്. അർജുന് ഭയങ്കര സന്തോഷമായി. പിങ്കിക്ക് തന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണല്ലോ പിടിച്ചിരുത്തുന്നേ. അതെ, എന്റെ അടുത്ത് ഇരിക്കും ഗൗതം. ഗൗതം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു. ഇത് കേട്ട അർജുനൊന്ന് ഞെട്ടി. ഗൗതം, അപ്പൊ ഗൗതമേട്ടനാണ് ഇപ്പോഴും അവളുടെ മനസ്സ് നിറച്ചേ. അപ്പൊ താനാന്നുള്ള തന്റെ വിചാരം അത് വെറുതെ മാത്രമായിരുന്നു. ഒരു നിമിഷം അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഗൗതം, ഐ ലവ് യു ഗൗതം എന്ന് പറയുക. നമുക്ക് എങ്ങോട്ടേലും പോവാം, രാമേശ്വരത്തിൽ പോയാലോ? എങ്ങോട്ടേലും പോവാ, എന്റെ ഒപ്പം വാ, എനിക്ക് പോണം, എന്നെ കൊണ്ടോ ഗൗതം എന്നും പറയുവാണ്. ഐ ലവ് യു ഗൗതം, എനിക്ക് ഗൗതം ഇല്ലാതെ പറ്റില്ല, എനിക്ക് ഗൗതം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയല്ലോ കേട്ടോ ഗൗതം. ഗൗതം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോവും എന്നും പറഞ്ഞിട്ട് അർജുന്റെ കൈ മുറുക്കി പിടിക്കുക. ഇങ്ങനെ പിച്ചും പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ പതുക്കെ ആ കൈ അങ്ങോട്ട് വിടിവിക്കുവാണ്. വിടുവിച്ച് അങ്ങോട്ട് എഴുന്നേക്കാൻ നോക്കിയിട്ട് വീണ്ടും പിങ്കി മുറുക്കെ പിടിക്കുക. ഒരു വ്യക്തി അർജുൻ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കി ഈ സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പ്രാന്ത് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അർജുന് പൊട്ടിക്കരയാൻ തോന്നി. അർജുൻ പെട്ടെന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് സങ്കടപ്പെട്ട് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സൈഡിലേക്ക് മാറി വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുവാണ്. ഏങ്ങരടിച്ച് കിടന്ന് കരയുവാണ്. ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് കയറി വരുന്നത്. നന്ദ വരുമ്പോ അർജുൻ കരയുന്ന കാഴ്ചയെ കണ്ടേ. ഇത് കണ്ടത് ഒരു നിമിഷം നന്ദ അത് ഞെട്ടി. പിന്നീട് വേഗം തന്നെ അർജുന്റെ അരിയിലേക്ക് എത്തുവാണ്. എന്താ അർജുൻ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് അർജുൻ കണ്ണു തുടച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അർജുൻ എന്തിനാ ഇപ്പൊ കരഞ്ഞു? ഞാൻ കരഞ്ഞോ? എന്തിനാ? അത് നന്ദടത്തേക്ക് വെറുതെ തോന്നാ, അല്ല എന്തോ കാര്യമുണ്ട്. എന്തിനാ നന്ദടത്ത് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദ സംശയത്തോടു കൂടി അർജുനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.